ഈ മാവ് തരക്കേടില്ല. എനിക്കൊരു മാങ്ങ പൊട്ടിച്ചു തരോ? മാങ്ങില്ല കുട്ടിയെ, ഇത് കായ്ക്കുന്ന മാവല്ല. അതല്ലേ ഇതെന്നെ വെട്ടാന്ന് ആലോചിക്കണം. ഇത് മതിയോടാ? ഓ മതി. എന്തിനാ ഈ മാവ് വെട്ടണേ? മുത്തശ്ശൻ മരിച്ച ദഹിപ്പിക്കണ്ടേ? മാവിന്റെ പറഞ്ഞോണ്ടല്ലേ മരിച്ചവരെ ദഹിപ്പിക്കുക. വേറെ ഇത്തിരി ജാസ്തിയാവും. സാറില്ല. മരിച്ചാ പിന്നെ എന്താ ഉണ്ടാവാ? മരിച്ചാ പിന്നെ ദഹിപ്പിക്കന്നെ. സുഹൃതം ചെയ്തവര് സ്വർഗത്തിൽ പോവും, പാപികള് നരകത്തിൽ. മുത്തച്ഛ എങ്ങോട്ടാ പോവാ? മുത്തശ്ശൻ 1-ാം നമ്പർ ആളല്ലേ, സ്വർഗത്ത് തന്നെ. മുത്തശ്ശൻ മരിച്ച അടിയന്തരം പൊടിക്കും. മോൻ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോവാ. ഓ, വായു ഇളകിന്നാ തോന്നണത്. അച്ഛനും കൂടി പോയാൽ പിന്നെ വീടെന്താ ചെയ്യാ? പൊട്ടിയിടൂ? എന്തെങ്കിലും ചെയ്യാം, അത് അപ്പോഴല്ലേ. എനിക്ക് ഹൗസിംഗ് ബോർഡിൽ നിന്ന് ഒരു പ്ലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കൂലി, മരത്തിന്റെ സിമന്റിന്റെ ഒക്കെ വില, വീട് പണി തുടങ്ങാനേ ഭയ. ശരിയാണ്. നീട്ടിവെക്കും തോറും ബഡ്ജറ്റ് കൂടുകയുള്ളൂ. സഹായിക്കാമെന്നൊക്കെ അച്ഛൻ സീതാലക്ഷ്മിയോട് പറഞ്ഞിരുന്നു. ഇതുവരെ ഒന്നും ഉണ്ടായില്ല. ഇത് വിറ്റാൽ ഇപ്പോൾ 1.5-1.25 കിട്ടുമെന്ന് ആളുകൾ പറയുന്നു. എന്തോ വിശാലത്തിന് സ്വന്തം വീട് എന്നയായി. രായന് ആവശ്യമില്ല. നല്ലിക്കിരിക്കുന്ന ബംഗ്ലാവും വാടകയ്ക്ക് കൊടുക്കാൻ 2-3 വീടും ഉള്ളപ്പോൾ രായൻ ഇതൊന്നും സാരമായി തോന്നില്ല. ഞങ്ങളുടെ കാര്യം ആകെ പരിങ്ങില്ല. രായൻ അറിയാമല്ലോ. ഒക്കെ ശരിയാവും. ഞാൻ കണക്ക് പറയുകയല്ല. കല്യാണം ആലോചിച്ച കാലത്ത് പല പ്രോമിസും ഉണ്ടായിരുന്നു. വീട് പണിയുടെ കാര്യത്തിന് അവൾ അച്ഛന് 2 കത്തെഴുതി. എന്നിട്ടോ നത്തിങ്, നോ റിപ്ലൈ. പ്രോമിസ് ഒക്കെ കണക്ക് തന്നെ. ഞാൻ എന്ത് ചെയ്യാനാ പത്മനാഭ? അവശസ്ഥിതി കിടക്കയില്ലേ കേസിലെ പ്രതി. ഹരിചന്ദ്രനേക്കാൾ വലിയ സത്യവാനാണല്ലോ മാസ്റ്റർ. വാക്കിന് വിലയില്ലാത്തവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ ശരിക്ക് കണക്ക് പറഞ്ഞ് വാങ്ങുമായിരുന്നു. കുറച്ചകത്ത് പോയി. നീ അപ്പുറത്ത് പോ. എനിക്കും കാണണം. എന്ത് കാണാൻ? മുത്തച്ഛൻ മരിക്കുന്ന എനിക്കും കാണണം. വാടവിടെ. അച്ഛൻ കുറച്ച് വെള്ളം കുടിച്ചു. നിങ്ങൾ അടുക്കളയിലേക്കല്ലേ? ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് എന്താ ചെയ്യാ? ഇവിടെ എടുത്തിരുന്നു. വരൂ. കുറേശ്ശെ വെള്ളം ചെല്ലണുണ്ട്. കണ്ണ് തുറക്കണുണ്ട്. നല്ല മാറ്റമുണ്ട്. മാറ്റം അതൊരു കള്ള ലക്ഷണമാണ്. ഈ വലിയ വായ്ക്കൾ ഇളകുന്നതിന് മുമ്പ് കുറച്ചൊരു ശാന്തത തോന്നുന്നു. കാണുന്നവർക്ക് തോന്നുന്നു സുഖമാവുകയാണെന്ന്. ഈ രാത്രി കഴിഞ്ഞിട്ടുവോന്നാ എനിക്കിപ്പോ സംശയം. ഒരരച്ചിറക്കി ഉണ്ടാക്കിയാൽ മതി. 4 കൂട്ടം ഉണ്ടാക്കാനൊന്നും ഇവിടെ ആളില്ല. വേണ്ടവര് കഴിച്ചാ മതി. മരിച്ചാലും ശരി, മരിച്ചില്ലേലും ശരി, ഞാൻ 12 ബസ്സിന് പോകും. എന്റെ കാര്യം അവതാളത്തിലായാൽ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. അതെനിക്ക് അസലായിട്ട് അറിയുകയും ചെയ്യാം. അച്യുതൻ നായർ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് നോക്ക് പണിക്കർ സാറിന്. ചെയർമാൻ വന്നോന്ന് അറിയാലോ. എത്താണ്ട് എവിടെ പോയാൽ? പണിക്കരുടെ ഡിന്നറിന് 600 റുപ്യ എന്റെ പോവാ. അതറിയോ? അവരുടെ കല്യാണത്തിന്റെ 25 കൊല്ലം തികയണ ഡിന്നർ അല്ലേ? അതിന് പപ്പേട്ടൻ തന്നെ ചെലവേണേ. 2 കുപ്പി വിസ്കിക്ക് 600. കാര്യം നമ്മുടെ അല്ലേ? കൊടുത്തു. അത് കുറച്ച് കടുപ്പം തന്നെയാണേ. വേണ്ടതിന് ചെലവ് ചെയ്യണം. നിന്റെ ഈ നക്കാഫീസിലും വിടില്ല. അപ്പോയിന്റ്മെന്റിന് അധികാരമുള്ളതാണ് പ്രൊമോഷൻ പോസ്റ്റ്, പ്രൊജക്ട് ഓഫീസർ. 10 പേരെ വെക്കുമ്പോ 5000 വീതം വാങ്ങാൻ ഒരു പ്രയാസമില്ല. പൊയ്ക്കോളൂ. നാളെ ഉച്ചയ്ക്ക് പൊയ്ക്കോളൂ. ഞാനിവിടെ നിന്നോളാം. നീയും വേണം. നീയാണ് ഡിന്നറിന്റെ ഇടയിൽ ലോകത്തിൽ നിന്ന് കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ. ബാക്കി പണിക്കർ സാർ മുഴിപ്പിച്ചോളൂ. ഞാനെങ്ങനെ അവരോടൊക്കെ സംസാരിക്കുക? നിന്റെ ഏട്ടത്തിയുടെ വകതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ വലിയ പൊസിഷനിൽ എത്തിയേനെ. ഇനിയിപ്പോ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്റെ ഏട്ടത്തി കൊഞ്ചിക്കൊഴഞ്ഞിട്ട് കുട്ടേട്ടന് വലിയ സാധനങ്ങൾ കിട്ടിയെന്ന് മുമ്പ് സൂചിപ്പിക്കണ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വളർത്തിയ പെൺകുട്ടികളൊന്നല്ല ഞങ്ങള്. അത് നിങ്ങളുടെ വീട്ടിലെ. ഞാനൊന്നും പറയുന്നില്ല. നീ എന്റെ വീട്ടിനെ പറ്റി പറഞ്ഞോണ്ടല്ലോ. ആണുങ്ങൾക്ക് ചൊടി സാമർത്ഥ്യം വേണം. തലയത്തിന് പ്രാഗിട്ടുന്ന പോരാ. കുട്ടേട്ടന് ഇതിലപ്പുറം ഓരോന്ന് കിട്ടും. മണി പോലെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടില്ലേ? പണ്ട് നുണച്ചോളി. സീതേ, അകത്തൊരാണ് അത്യാവശ്യം നില കിടപ്പുണ്ട്. അത് മറക്കണ്ട. വിഴുപ്പൊക്കെ പിന്നെ എപ്പോഴെങ്കിലും അലക്കാം.
ഏടത്തി കിടന്നോളൂ, ഞാൻ സ്വതവേ ഉറങ്ങാൻ വൈകും. ഏടത്തി എന്താ വല്ലാതിരിക്കുന്നേ? ഒരു തലവേദന. ഉറക്കം ഒഴിക്കുന്നത് കുറയ്ക്കണം. ഡിന്നറ്, പാർട്ടി, ലൈഫ് വളരെ ഫാസ്റ്റ് ആവുമ്പോൾ നമ്മളൊക്കെ ഓടി ഒപ്പമെത്താൻ കഷ്ടപ്പെടും. ഞാൻ തന്നെ വിഷമിക്കുന്നുണ്ട്. എന്ത് ഫാസ്റ്റ്, ഇങ്ങനെ കഴിയുന്നു എന്നല്ലാതെ. ബേസിക്കായി നമ്മളൊക്കെ തനി നാടന്മാരാ. എക്സിക്യൂട്ടീവിന്റെ കസേരയിലിരിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ പറയാറുണ്ട്, മാധവ മാഷ്ട മകൻ രാജനാണ് സഫാരി സൂട്ടിന്റെ ഉള്ളിൽ. ട്രാഫിക് വകുപ്പിന്റെ ബോർഡ് കണ്ടിട്ടില്ലേ? അപകടം ഒഴിവാക്കാൻ വേഗം നിയന്ത്രിക്കുക. എന്താ നീ അങ്ങനെ പറയാൻ? കുട്ടേട്ടൻ വല്ലേ നിന്നോട്? ഇതൊക്കെ കഴിയട്ടെ, എനിക്ക് ഏടത്തിയോട് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം ഒരിക്കൽ. കുട്ടേട്ടൻ എന്തേലും പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും എനിക്കറിയണം. കുട്ടേട്ടൻ പഴയ ആളാ, എന്നും ആ സാത്വിക ഭാവം വിടില്ല. പാവം. കുട്ടേട്ടനൊന്നും പറഞ്ഞിട്ടല്ല. ആരാ പറഞ്ഞത്? എന്താണ് എന്നെ പറ്റി പറഞ്ഞത്? അതാണ് എനിക്കറിയേണ്ടത്. ഇടയ്ക്ക് ഓരോന്ന് കേൾക്കും. ഉദ്യോഗസ്ഥന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ പോകുന്നവരല്ലേ, വീരസാഹസങ്ങൾ ഇരുന്ന് പറയും. ഹൈക്ലാസിലെ പരദൂഷണം. ഞാനും അതിൽപ്പെട്ടവനായതുകൊണ്ട് ഇരിക്കേണ്ടി വരും. എന്താ നീ കേട്ടത്? പറയണോ? ചിലപ്പോ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തക്കാരുണ്ടാവുമെന്ന കാര്യം ചില വങ്കന്മാര് മറക്കും. അതിശയോക്തി തട്ടിക്കഴിക്കാം, എന്നാലും കേൾക്കുമ്പോ വിഷമം തോന്നും. കേട്ടിരിക്കുന്നതിൽ അനിയനുണ്ടെന്ന് പറയുന്നവനറിയില്ലല്ലോ. ആരാ പറഞ്ഞത്? എന്നെപ്പറ്റി ആരാ പറഞ്ഞത്? പതുക്കെ. ഞാനിത് ഇപ്പൊ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ നേരത്തെ അറിഞ്ഞാൽ അത്രയും കരുതിയിരിക്കാമല്ലോ ഏട്ടത്തിക്ക്. നോൺസെൻസ്, ശുദ്ധ നോൺസെൻസ്. ഏത് ബ്ലഡി റാസ്കലാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? പതുക്കെ. നോക്കൂ, സൊസൈറ്റി ഡ്രിങ്കിങ് ചിലപ്പോഴൊക്കെ വേണ്ടിവരും. രാജിലെ ക്രിസ്റ്റൽ റൂമിൽ കോക്ടെയിലിനിരിക്കുമ്പോഴും നമ്മളൊക്കെ മാധവ മാഷ്ട മക്കളാണെന്ന വിചാരം ഉള്ളിലുണ്ടായാൽ മതി. ആരുടെയൊക്കെയോ സുഹൃതം കൊണ്ട് അല്ലെങ്കിൽ ആക്സിഡന്റലായി എവിടെയൊക്കെയോ എത്തിപ്പെട്ടു എന്ന് തോന്നിയാൽ വളരെ നല്ലത്. ഓ, നളിനിയുടെ ഫ്രണ്ട്സ് പറഞ്ഞതാവും. അയ്യോ അല്ല, നളിനിക്ക് അവളുടെ സ്വന്തം കാര്യം നോക്കാൻ തന്നെ സമയമില്ല. ഭർത്താവിന്റെയും മകന്റെയും കാര്യം നോക്കാൻ ഒട്ടും സമയമില്ല. പിന്നല്ലേ ബന്ധുക്കളുടെ കാര്യം. ഷീസ് ഇന്നസെന്റ്. കുട്ടേട്ടന്റെ കൂടെ ചിലപ്പോ ഡിന്നറിന് പോകും. അപ്പോ ഡ്രിങ്ക്സ് കഴിക്കില്ലെന്ന് ഞാൻ വ്രതം ഒന്നും വെക്കാറില്ല. വ്രതം പാടില്ല, ഗുഡ്. പക്ഷേ 2 പെഗ് കഴിഞ്ഞാൽ ചിരി, 3 കഴിഞ്ഞാൽ പാട്ട്, 4 കഴിഞ്ഞാൽ ഇരിക്കാൻ ക്ഷണിച്ചാൽ കിടന്നോളും എന്ന് പറയിപ്പിക്കരുത്. വാചകം എന്റെ അല്ല. സിഡോ സിഡോ. PRSന്റെ ചാപ്റ്റർ മീറ്റിംഗ് ഞാനും ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞൊരു ഡിന്നർ. അവിടെ വന്ന് ഒരുത്തന്റെ വക ബിസ്കിയുടെ പുറത്തെ കഥകൾ, പെണ്ണുങ്ങൾ അയാളെ കണ്ട് മോഹിച്ചു വീണ വീരകഥകൾ. ഒരു അപ്സ്റ്റാർട്ട് കുട്ടേട്ടന്റെ കമ്പനിയിൽ നിന്ന് ഒരുത്തൻ, പേര് ഗോപിനാഥ്. ചീഫ് പാവം കിഴവൻ, വലിയ വിശ്വാസം, നൈസ് മാൻ. ചീഫിന്റെ ഭാര്യയിൽ നിന്നും ശരീരം രക്ഷിക്കാനാണ് അത്ര അവന് കഷ്ടപ്പാട്. ടേക്ക് ഇറ്റ് ഈസി എടുത്തി. ഫ്രണ്ട്ഷിപ്പ് കാട്ടുന്നത് തെറ്റിദ്ധരിക്കും ചിലർ. ഇല്ലാത്തത് അപവാദമാക്കി പറയും സ്വന്തം മേനി കാട്ടാൻ. ഞാനിത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഏർത്തിപ്പോയി കിടന്നോളൂ. കിടന്നോളൂ. ഞാൻ